ഇൻസ്റ്റഗ്രാം, ഫേസ്ബുക്ക് തുടങ്ങിയ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിൽ കൗമാരക്കാർ കുടുങ്ങിക്കിടക്കുന്ന കാലമാണ്. ടെക് ഭീമന്മാർ ലാഭത്തിനു വേണ്ടി ഓരോ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. ലാഭത്തിനു മുമ്പിൽ കുട്ടികളുടെ മാനസികാരോഗ്യവും സ്വകാര്യതയും ബലികഴിക്കപ്പെടുന്നുണ്ട്. ലോകമെമ്പാടുമുള്ള ദശലക്ഷക്കണക്കിന് കൗമാരക്കാരുടെയും കുട്ടികളുടെയും ഡിജിറ്റൽ ജീവിതത്തെ നിയന്ത്രിക്കുന്ന മെറ്റ ഒരു നിയമ പോരാട്ടത്തിലാണ്. ഇൻസ്റ്റഗ്രാം, ഫേസ്ബുക്ക് തുടങ്ങിയ പ്ലാറ്റ്ഫോമുകൾ കുട്ടികളിലുണ്ടാക്കുന്ന സോഷ്യൽ മീഡിയ അടിമത്തം, അവരുടെ വിവരങ്ങളുടെ സ്വകാര്യതാ ലംഘനവും ചൂണ്ടിക്കാട്ടിയാണ് മെറ്റയ്ക്കെതിരെ അമേരിക്കയിൽ നിയമ നടപടികൾ പുരോഗമിക്കുന്നത്. 2023 കുട്ടികളുടെ സ്വകാര്യതാ നിയമങ്ങൾ ലംഘിച്ചുവെന്ന് കാണിച്ച് 29 സംസ്ഥാനങ്ങളാണ് കേസ് ഫയൽ ചെയ്തത്. 4 സംസ്ഥാനങ്ങൾ ഇപ്പോൾ കോടതിയെ സമീപിച്ചിട്ടുണ്ട്. ഇവർ മെറ്റയിൽ നിന്ന് കോടിക്കണക്കിന് ഡോളർ നഷ്ടപരിഹാരം ഈടാക്കാനാണ് ആവശ്യപ്പെടുന്നത്. കാലിഫോർണിയയിലെ ഫെഡറൽ കോടതിയിലാണ് കേസിന്റെ വിചാരണ നടക്കുന്നത്. 8 ആഴ്ച വരെ നീണ്ടു നിൽക്കുമെന്ന് പ്രതീക്ഷിക്കുന്ന വിചാരണയിൽ മെറ്റാ മേധാവി മാർക്ക് സക്കർബർഗും മൊഴി നൽകും. സ്വന്തം കമ്പനി നയങ്ങൾക്ക് വിരുദ്ധമായി അമേരിക്കയിലെ 11 വയസ്സുള്ള കുട്ടികളിൽ 20%, 12 വയസ്സുള്ളവരിൽ 30% ഇൻസ്റ്റഗ്രാം ഉപയോഗിക്കുന്നുണ്ടെന്ന് മെറ്റയുടെ ആഭ്യന്തര രേഖകൾ തന്നെ വ്യക്തമാക്കുന്നുണ്ട്. ഇതിനെക്കുറിച്ച് കൃത്യമായ അറിവുണ്ടായിട്ടും ഇത് തടയാൻ മെറ്റ യാതൊരു നടപടിയും സ്വീകരിച്ചില്ലെന്ന് പ്രോസിക്യൂഷൻ ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട്. കുട്ടികളുടെ വ്യക്തിഗത വിവരങ്ങൾ അവരുടെ സുരക്ഷയെ മുൻനിർത്താതെ പരസ്യങ്ങൾക്കായി പ്രയോജനപ്പെടുത്തുന്നുവെന്നും കേവലം കാഴ്ചക്കാരുടെ എണ്ണം കൂട്ടാൻ പ്രായപൂർത്തിയാകാത്തവരുടെ വിവരങ്ങൾ ഉപയോഗിക്കുന്നുവെന്നുമാണ് ആരോപണം. കേവലം സാമ്പത്തിക പിഴകൾക്കപ്പുറം ഈ പ്ലാറ്റ്ഫോമുകളുടെ രൂപകൽപ്പനയിൽ തന്നെ സുരക്ഷാപരമായ മാറ്റങ്ങൾ വരുത്താൻ കമ്പനിയെ നിർബന്ധിതരാക്കേണ്ടതുണ്ട്. ഡിപ്രഷൻ, ഉറക്കമില്ലായ്മ, അപകർഷതാബോധം തുടങ്ങിയ പ്രശ്നങ്ങൾ കൗമാരക്കാരിൽ വർദ്ധിക്കാൻ ഈ ആസക്തി കാരണമാകുന്നുവെന്നാണ് പഠനങ്ങൾ വ്യക്തമാക്കുന്നത്. നേരത്തെ സമാനമായ കേസുകളിൽ ലോസ് ആഞ്ചൽസ്, ന്യൂമെക്സിക്കോ കോടതികളിൽ നിന്ന് മെറ്റയ്ക്ക് വലിയ തുക പിഴ വിധിച്ചിട്ടുണ്ട്. പുതിയ കേസിലെ തിരിച്ചടി കമ്പനിയുടെ പ്രവർത്തനങ്ങളെയും വരുമാനത്തെയും സാരമായി ബാധിച്ചേക്കാമെന്നതിനാൽ നിയമപരമായ ആവശ്യങ്ങൾക്കായി $2.4 ബില്യൺ മെറ്റ മാറ്റിവെച്ചിരിക്കുന്നത്. ബിസിനസ് വളർച്ചയ്ക്കായി ഡിജിറ്റൽ ലോകത്തെ പരീക്ഷണശാലകളാക്കി മാറ്റുമ്പോൾ ഇരകളാകുന്നത് വളർന്നുവരുന്ന നമ്മുടെ തലമുറയാണ്. ലാഭമുണ്ടാക്കുക എന്ന ലക്ഷ്യത്തിനപ്പുറം ഉപയോക്താക്കളുടെ, പ്രത്യേകിച്ച് കുട്ടികളുടെ സുരക്ഷയ്ക്ക് മുൻഗണന നൽകാൻ സാങ്കേതിക കമ്പനികൾ ബാധ്യസ്ഥരാണ്. ഈ വിചാരണ കേവലം ഒരു കമ്പനിക്കെതിരായ കേസ് മാത്രമല്ല, മറിച്ച് വൻകിട ടെക് ഭീമന്മാർക്കുമേൽ ശക്തമായ നിയന്ത്രണങ്ങൾ ആവശ്യമാണ് എന്ന ഒരു മുന്നറിയിപ്പ് കൂടിയാണ്. ഡിജിറ്റൽ സാങ്കേതിക വിദ്യ ഒഴിവാക്കാനാകാത്ത കാലത്താണ് നമ്മൾ ജീവിക്കുന്നത്. കുട്ടികളുടെ സുരക്ഷിതമായ ഭാവി ഉറപ്പാക്കാൻ കർശനമായ നിയമങ്ങളും ശക്തമായ ഡിജിറ്റൽ ബോധവൽക്കരണവും അത്യാവശ്യമാണ്. മെറ്റയ്ക്കെതിരെയുള്ള ഈ നിയമ പോരാട്ടം വരും ദിവസങ്ങളിൽ ഡിജിറ്റൽ ലോകത്ത് വലിയ നയരൂപീകരണ മാറ്റങ്ങൾക്ക് വഴിതെളിക്കുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. ഡിജിറ്റൽ ലോകത്ത് കുട്ടികളുടെ സുരക്ഷ ഉറപ്പാക്കാൻ ശക്തമായ നിയമ പോരാട്ടങ്ങളും കൃത്യമായ നിയന്ത്രണങ്ങളും അത്യാവശ്യമാണ് എന്ന ഓർമ്മപ്പെടുത്തൽ കൂടിയാണ് ഈ കേസ്.